പുതിയ കാലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ വലുതാകുമ്പോൾ ഒരു വിഷയത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടേക്കാം. ഒരു പക്ഷേ ഇരിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയാൽ പലരും അതിനെ കാണുന്നത് വിഷമിക്കാനുള്ളൊരു സമയമായിട്ടാണ് അല്ലേ. 4 മാസവും 10 ദിവസവും അത്രയും ദിവസം നിങ്ങൾ ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു കളർഫുള്ളായ ഡ്രസ്സ് ഉപയോഗിക്കാതെ, കറുത്തതോ വെള്ളയോ അതുപോലെ ഒരു ബിരിയാണി കഴിക്കാതെ, AC ഉണ്ടെങ്കിൽ അത് ഇടാതെ, പിന്നെ ആംബിയൻ ലൈറ്റ് ഒന്നും യൂസ് ചെയ്യാതെ, എന്താണ് മാനസികമായിട്ടേ ഒരു ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കൂടെ മൊത്തത്തിൽ ഇരുട്ടുള്ള മുറി, ആകെ തലക്ക് പിരാന്തായി പോകില്ലേ. മനുഷ്യനെ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ആ ചിന്തയിൽ നിന്ന് മാറ്റം വരാനും അതിനൊക്കെയുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, ഇരിക്കാൻ വേണ്ടിയിട്ട് 4 മാസത്തിൻ്റെ കണക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പെണ്ണ് ഗർഭിണിയാണോ എന്നറിയാനാണ്. എന്തിനു വെച്ചാൽ ഈ പെണ്ണിന് മറ്റൊരു കല്യാണം പിറ്റേന്ന് തന്നെ കഴിച്ചാൽ, ഭർത്താവ് മരിച്ച അടുത്ത ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ മറ്റൊരു കല്യാണം കഴിച്ചാലുള്ള പ്രോബ്ലം എന്താണ്, ഒരു കുട്ടി വയറ്റിലുണ്ടായാൽ അത് പഴയ ആളുടേതാണോ പുതിയ ആളുടേതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാനാണ് 4 മാസം 10 ദിവസം ഇരിക്കണം. എന്തിന്? ബിഫോർ ദ നെക്സ്റ്റ് മാരേജ്. അവിടെ ഒരിക്കലും വിഷമത്തിൻ്റെ ഘടകം വരാനേ പാടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിഷമം എന്നുള്ളതിന് ഒരിക്കലും ഒരു സമയബന്ധിതമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ മരിച്ചു, ഒരു ഹസ്ബൻഡ് മരിച്ചു, ചിലപ്പോൾ 4 മിനിറ്റ് വിഷമിക്കാനേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആളായിരിക്കാം. മരിച്ചു കിട്ടിയാൽ നന്നായി എന്ന് പറയുന്ന ഹസ്ബൻഡുമാരുണ്ടാവും. എന്നാൽ ചില ഹസ്ബൻഡുമാർ മരിച്ചാൽ വർഷങ്ങളോളം, എന്തിന് 4 മാസം 10 ദിവസം, 4.5 നൂറ്റാണ്ട് വിഷമിച്ചാൽ തീരാത്ത ഹസ്ബൻഡുമാരുണ്ടാവും. ഓക്കെ, തിരിച്ചും ഭാര്യമാരുണ്ടാവും. ഇതിൽ പ്രധാനപ്പെട്ട ഹസ്ബൻഡുമാർക്ക് ഇല്ല. അതായത് ഒരു പെണ്ണിനെ വിഷമിക്കാനുള്ള സാഹചര്യമാണ്, വിഷമിച്ചിരിക്കാനുള്ള അവസ്ഥയാണത് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ആവാൻ പറ്റില്ല. ബിക്കോസ് എന്താ, ഹസ്ബൻഡിന് അപ്പോൾ വിഷമം വേണ്ടേ? വിഷമിക്കാനാണെങ്കിൽ ഹസ്ബൻഡിനും ഇരിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല. അപ്പൊ തന്നെ ഉറപ്പാണത് വിഷമത്തിൻ്റെതല്ല, ഇത് സംതിങ് ബയോളജിക്കലാണ്. ഈ പെണ്ണ് ഗർഭിണിയാണോ എന്നറിഞ്ഞാൽ മാത്രം മതി. അതിന്റെ പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിന്റെ തീരുന്നത് 4 മാസവും 10 ദിവസവും എന്നുള്ള കണക്ക് അവിടെ ഇരിക്കെ, ഗർഭിണിയാണ് എങ്കിൽ അവൾ പ്രസവിക്കലോടുകൂടി തീരും. ഒരു 8ാം മാസത്തിലാണ് ഹസ്ബൻഡ് മരിക്കുന്നത്, 1.5 മാസം കൊണ്ട് ഈ പെണ്ണ് പ്രസവിക്കും. അപ്പൊ ബാക്കി മറ്റു 3.5 മാസം എങ്ങനെ വിഷമിക്കണ്ടെന്നാണോ? അപ്പൊ പ്രസവിക്കലോടുകൂടി ഡിം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിഷമം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നാണോ? ആ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത്, അല്ലാതെ വിഷമവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. വിഷമവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തിന് ഹസ്ബൻഡ് മരിച്ചാൽ മാത്രം വിഷമിക്കണം? ഉമ്മ മരിച്ചാൽ വിഷമിച്ചൂടെ? ഉപ്പ മരിച്ചാൽ വിഷമിച്ചൂടെ? വിഷമിച്ചിരിക്കാൻ നിങ്ങൾ ഒരിക്കലും 4 മാസം കണക്ക് നോക്കരുത്. വിഷമിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആവുക. നിങ്ങളുടെ ആ മനുഷ്യനോടുള്ള ബന്ധത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിഷമിക്കാം. ചിലപ്പോൾ 4 മിനിറ്റ് ഉണ്ടാവുള്ളൂ, ചിലത് 4 നൂറ്റാണ്ട് വിഷമിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ വിഷമിച്ച് ഒരു ഭ്രാന്തനായി പോകരുത്. ബാക്ക് ടു ലൈഫ്, തിരിച്ചു വരണം, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ എന്തിനായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു സൈഗോട്ട് വളരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ മരിച്ച ആളുടേതാണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ട്? പ്രസവിക്കപ്പെട്ടാൽ തീരുന്നുണ്ട്, അതുകൊണ്ട്. അപ്പൊ വിഷമത്തിന്റെ കണക്ക് അവിടെ ഇല്ല. ഇനി ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്നറിയാൻ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് ഒരു ഭർത്താവ് മരിച്ചു പിറ്റേ അടുത്ത ആഴ്ച തന്നെ പോയി വേറെ കെട്ടണം എന്നല്ല. നിങ്ങളെ വിഷമം 4 നൂറ്റാണ്ട് കഴിഞ്ഞാണ് തീരുന്നെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ കെട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ചിലപ്പോൾ കെട്ടൂല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെണ്ണ് ഈ അടച്ചുപൂട്ടി ഒരു മുറിയിൽ ഇരിക്കുന്നത് ഈ ഗർഭിണിയാണോ അല്ലേന്ന് അറിയാനാണെങ്കിൽ 5 മിനിറ്റിൻ്റെ പരിപാടിയല്ലേ ഉള്ളൂ. ഒരു വണ്ടി എടുക്കുക, ഓട്ടോയിൽ കയറിയിട്ട് ഒരു ലാബ് പോയിട്ട് ഒരു HCG ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപ അല്ലെങ്കിൽ 100 150 രൂപ കൊടുത്താൽ അവർ ചെയ്തു തരും. നിങ്ങളുടെ ഒരു തുള്ളി ബ്ലഡ് എടുത്താൽ മതി, നിങ്ങളുടെ ഉള്ളിൽ കുട്ടി ഉണ്ടോ ഇല്ലേന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഗർഭിണിയാണോ അല്ലേന്ന് അറിയലാണ് മർമ്മപ്രധാനം. അത് അറിയാൻ എന്തൊക്കെ വഴികളുണ്ട്? ഒരു ടെസ്റ്റ് കിറ്റ് വാങ്ങിയിട്ട് 2 ലൈൻ ഉണ്ടോ നോക്കിയാൽ പോരെ, കഴിഞ്ഞു. എന്നിട്ട് ലൈൻ ഉണ്ട്, ലൈൻ ഇല്ല, വാട്ട് എവർ, നിങ്ങളുടെ വിഷമം തീർന്നിട്ടില്ല, ഗർഭിണി അല്ല എന്ന് ഉറപ്പിച്ചോളൂ, അല്ലെങ്കിൽ ആണെന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങൾ പ്രസവിച്ചോളൂ, നിങ്ങളുടെ കുട്ടി പുറത്ത് വന്നു, നിങ്ങളുടെ വിഷമം മാറിയില്ല, നിങ്ങൾ ഇനിയും വർഷങ്ങൾ വിഷമിച്ചിരുന്നോളൂ. അത് വിഷമം ഒരാൾക്ക് എങ്ങനെ തടയാൻ പറ്റുക? 4 മാസം കഴിഞ്ഞു, 4 മാസം 10 ദിവസം 10 മണിക്കൂറും കഴിഞ്ഞു, നിർത്ത്, വിഷമം നിർത്ത് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട് പോലെ ഓഫാക്കാൻ കഴിയുമോ? വിഷമം ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ടേ അല്ല, ഗർഭിണിയാണോ അല്ലേ ഈ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാനാണ്. മറ്റൊരാളെ കെട്ടുമ്പോൾ ഇത് എൻ്റെ കുട്ടിയല്ല മറ്റവൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു അടി അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യേണ്ടത്. അത് വേണ്ടി നിങ്ങൾ ചെയ്യണം, ഇരിക്കണം. നിങ്ങൾക്ക് ലാബ് പോയി ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കണം. കാരണം വേറെ വഴിയില്ല. അങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് വയറ് വരുന്നുണ്ടോ പ്രസവിക്കുന്നുണ്ടോ എന്നറിഞ്ഞാലേ ഇതിന് ഉത്തരവുള്ളൂ. മറ്റേത് പിന്നെ 3 ശുദ്ധികൾ, സലാസത്ത് ഖുറൂഇൻ എന്ന് പറയുന്നുണ്ട് ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം. അതും അങ്ങനെ തന്നെ. അത് 3 ശുദ്ധി കൃത്യമായിട്ട് വന്നു പോകുന്നുണ്ടെങ്കിൽ ഷീ ഈസ് നോട്ട് പ്രഗ്നന്റ്, അതവിടെ കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 മാസത്തെ ശുദ്ധി വരുന്നുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യലോ, 4 മാസം അടച്ചിട്ട റൂമിൽ ലൈറ്റ് ഇല്ലാതെ ഫാൻ ഇല്ലാതെ ബിരിയാണി ഇല്ലാതെ ഇരിക്കലോ, എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ഒരു 50 രൂപ 100 രൂപ കൊടുത്തിട്ട് ഒരു HCG ടെസ്റ്റ് എടുക്കൂ, കഴിഞ്ഞില്ലേ പരിപാടി. എന്നിട്ട് നിങ്ങൾക്ക് വിഷമിക്കണമെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ, നോ പ്രോബ്ലം. 4 മാസത്തിൻ്റെ കണക്ക് വെക്കേണ്ടതില്ല. 4 മിനിറ്റെങ്കിൽ 4 മിനിറ്റ്, 4 പതിറ്റാണ്ടെങ്കിൽ 4 പതിറ്റാണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി വരാനുള്ളൊരു തലമുറയുണ്ട്, അവരൊക്കെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങും. ഇതിൽ ഇത്രയേ ചിന്തിക്കാനുള്ളൂ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്.